അഡ്വക്കേറ്റ് ടി ബി മിനി നമുക്കൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇനിയിപ്പോൾ താങ്കളുടേതടക്കമായ ഒരു സജീവമായ സക്രിയമായ പങ്കാളിത്തം വേണ്ട രീതിയിലേക്ക് ബംഗാളി നടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. സ്വമേധയാ നിങ്ങൾ കേസെടുക്കുന്നില്ലെങ്കിൽ ഇതാ എൻ്റെ പരാതി എന്ന പരാതിക്കകത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വ്യക്തതയുള്ള നിലപാടുള്ള ഒരു പരാതിയായിട്ടാണ് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പരാതി വരുമ്പോൾ അതിൽ അവർ സെക്ഷൻ 354-ഉം 354-ബിയുമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനമെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ എങ്ങനെയായിരിക്കും കേസെടുക്കാൻ സാധിക്കുക? അടിയന്തരമായി തന്നെ നടപടിയിലേക്ക് കടക്കേണ്ടതല്ലേ ഇത്തരം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും അതിലിനിപ്പോ സാക്ഷിനെയും വെച്ചിട്ടുണ്ടല്ലോ, സാക്ഷിയും വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതെ. അപ്പൊ FIR ഇടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി പിന്നെ നേരത്തെ 354-ഉം 354A ഒക്കെ മാറിയപ്പോ CNS പ്രകാരം എടുക്കണം. 74, 75, 76 പ്രകാരമായിരിക്കും കേസെടുക്കുക. അതിലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി, അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് രണ്ട് അഭിപ്രായം കേട്ടത് കൊണ്ട് കൂടിയാണ് അതിലൊരു ക്ലാരിറ്റി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാമല്ലോ. ഈ സംഭവം നടന്നത് 2009-ലാണ്. അന്ന് IPC ആയിരുന്നു. അതാണോ ആപ്ലിക്കബിൾ, അതോ BNS ഭാരതീയ ന്യായ സംഹിതയായിരിക്കുമോ ഇതിൽ ആപ്ലിക്കബിൾ? അല്ല, സംഭവം ശരിക്കും IPC തന്നെയായിരിക്കും. കാരണം സംഭവം നടന്ന ഡേറ്റ് വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. 2009-ആണ്. അപ്പോൾ IPC ആണ്. IPC പ്രകാരം. പിന്നെ അതില് പരാതി ഇപ്പോഴാണ് കിട്ടുന്നത് കൊണ്ട് പോലീസിനെ സംബന്ധിച്ച് ഇപ്പൊ IPC നിലവിലില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ BNS എന്ന രീതിയിൽ വിട്ടുനിൽക്കും. അത് പോലീസും കൂടി അത് പരിഗണിക്കേണ്ട കാര്യമാണ്. കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയാണ് അത് കൃത്യമായി അത് പരിഗണിക്കുക. എനിവേ ഈക്വലന്റ് ടു ആണ് 354-ന് ഈക്വലന്റ് ആയിട്ട് പ്രൊവിഷൻ ഉണ്ട് BNS-ൽ. 75 ഉണ്ട്, 74 ഉണ്ട്, 75A ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ടതോ അല്ലെങ്കിൽ കൂടിയാലോചനകൾ നടത്തേണ്ടതോ ആയ കാര്യമില്ലല്ലോ? ഒന്നുമില്ല. കൂടിയാലോചിച്ചോട്ടെ അതൊക്കെ അവരുടെ ഡ്യൂട്ടി. പക്ഷെ FIR ഇടാണ്ട് ഇനി ഒരു അടി മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ നടന്നിരിക്കുന്നത് ലൈംഗികോദ്ദേശത്തോടു കൂടിയുള്ള ഒരു അതിക്രമം എന്നാണ് അവർ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. താങ്കൾ ആ പരാതി കണ്ടുകൊണ്ടാണ് ഞാൻ കരുതുന്നത്. ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ അത് മതി. അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ മതി. കാരണം അവർക്ക് മാനഹാനി ഉണ്ടാക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഈ ആളുകളെ ഒരു കാര്യം മനസ്സിലാക്കാത്തത്, ഈ എത്ര വർഷമായി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എത്ര വർഷമായാലും ഒരു സ്ത്രീ അവരുടെ സമ്മതമില്ലാതെ ഒരാള് ലൈംഗിക ചുവയോടുകൂടി ടച്ച് ചെയ്തു കഴിഞ്ഞാൽ മരണം വരെ അവരെ ഹോൾഡ് ചെയ്യുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടും ആളുകൾ ഇങ്ങനെ പരാതി തരാൻ തയ്യാറാവുന്നത്. അത് പൊതുസമൂഹം മനസ്സിലാക്കണം. അവർ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം അവർക്കത് എന്നും എന്താ പറയുക, ചൊറിച്ചിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, ഒരിക്കലും ശരീരത്തിൽ നിന്ന് പോകാത്ത, മനസ്സിൽ നിന്ന് പോകാത്ത അപമാനമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി ഇല്ല എന്നല്ലേ അവർ ഈ പരാതിയുമായി വരുമ്പോൾ ബാഹ്യ സമ്മർദ്ദം, പ്രേരണ എന്നൊക്കെ പറഞ്ഞ് ഈ പരാതിക്കാരിയെ തന്നെ മോശക്കാരിയാക്കുന്നത്? ആക്ച്വലി അവർക്ക് യാതൊരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അവര് അവിടെ ഇടതുപക്ഷത്തിന്റെ ഇവിടെ രഞ്ജിത്ത് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയല്ല അവിടെ ചെയ്യണത്. അവിടെ ശരിക്കും അവര് റൂട്ടിലിറങ്ങി ആളുകളുടെ ഇടയിൽ LDF-ന് വേണ്ടി, CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത്തരം ഒരാൾക്ക് ഇവിടത്തെ സർക്കാരില് ഒരാള് താഴ്ത്തിടണം എന്ന് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അഡ്വക്കേറ്റ് ടി ബി മിനി, അതവർ ആ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. എനിക്ക് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഇടതുപക്ഷത്തുള്ള ഒരു വ്യക്തിയെ ഇറക്കേണ്ട ഒരാവശ്യവുമില്ല. അവിടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷം അവസരങ്ങൾ പോലും ഇല്ലാതായി പോയിട്ടും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ ആളാണ് താനെന്ന് അവർ വളരെ ആർജവത്തോടെ പറയുന്നുണ്ട്. എന്നും അവർ ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോലും സംശയിക്കുന്നത് അവരെ കൊണ്ട് ഈ പരാതി കൊടുപ്പിക്കുന്നത്. അതെ, ഇക്കാര്യത്തിൽ CPI ഒക്കെ വ്യക്തമായ നിലപാടെടുത്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ ഇവർ പരാതി നൽകാതെ ആദ്യം ഇവർ മാപ്പ് മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരെ അപമാനിക്കുന്നത് കണ്ടപ്പോഴാണ് അവർ ഈ പരാതിയിലേക്ക് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, എന്തായാലും അവരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളുടെ ചാനലുകളിൽ വന്നിരിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉറച്ചു നിൽക്കുകയും അവര് പരാതിയുമായി പോകാൻ ഇപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ എത്ര പരിമിതമാണെങ്കിലും ഈ ഒരു അന്വേഷണ സംഘത്തിനെ വെച്ചു. ആ അന്വേഷണ സംഘത്തിനെ വെച്ച് ഞാനത് സുജയ കേട്ടിട്ടുണ്ടാവും. ഞാനത് 5-6 ദിവസം ഇത് വന്ന ദിവസങ്ങളിൽ മുതൽ തുടങ്ങി ഞാൻ ഇത് പറയണതാണ്. നമ്മള് മാഡം കമ്മീഷണർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണേ. ഒരു IPS ഓഫീസറുടെ കഥയാണ്.
അപ്പൊ ഇതില് ഒരു ഗ്രാമം മുഴുവൻ, ഞാൻ എപ്പോഴും പറയാം, ഗ്രാമം മുഴുവൻ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, റേപ്പിന് തന്നെ വിധേയമായിട്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞു പല സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്തു. അത് പക്ഷെ തുടർന്നേ കൊണ്ടിരുന്നു. അവിടുത്തെ ഏറ്റവും ഫ്യൂഡലായിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് ഒരു പ്രത്യേക തരം ആളുകളാണ് ഇത് ചെയ്തത്. അപ്പൊ സർക്കാരിന് അങ്ങനെ വിവരം കിട്ടുകയും സർക്കാർ ഒരു IPS ഓഫീസറെ ടീമിനെയും അതിനുവേണ്ടി നിയോഗിക്കുകയും സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ആ ലേഡി. അപ്പൊ അങ്ങനെ അതില് നേരെ പോയി ഒരു സാക്ഷി പോലും ആദ്യഘട്ടത്തിൽ ഇവർക്ക് മൊഴി കൊടുക്കാൻ തയ്യാറാണ്, പേടിച്ചിട്ട് കൊന്നുകളയും, വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ പക്ഷെ പതുക്കെ ഓരോരുത്തർ മൊഴി കൊടുത്ത് ആ കേസിൽ മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചു, കോടതിയിൽ ശിക്ഷിച്ചു. അത്രയും പവർഫുൾ ആയ ആളുകൾക്കെതിരെ പോലും ഭരണകൂടം വിചാരിച്ചാൽ അത് അത്രയും നമ്മുടെ പോലീസ് സംവിധാനം, ആർമി സംവിധാനം എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയുടെ ആർമി പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത്ര കേപ്പബിൾ ആയിട്ടുള്ളതാണ്. അവർക്കാണെങ്കിൽ രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. ഈവൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പോലും രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പോലീസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പാടാക്കി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കണം. കാരണം അത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പൊ വെറുതെ കാര്യങ്ങളിൽ നിന്നും മാറി ക്ലിയർ ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോ സർക്കാർ ഇനി എത്ര വിചാരിച്ചാലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകൾ പരാതിയുമായി പോകുന്നത്. ഒറ്റ കാര്യം, പരാതി വേണോ? ഇതാ പരാതി. അഡ്വക്കേറ്റ് ടി.ബി. മിനി, വളരെയധികം നന്ദി. നിങ്ങൾക്ക് പരാതി വേണമെങ്കിൽ ഇതാ പിടിച്ചോ പരാതി എന്നാണ് ദീർഘമായ പരാതിയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതിനപ്പുറം ഇനി ഒന്നും ചോദിക്കാനില്ല, ഒന്നും പറയാനുമില്ല. അവർ ആർജവത്തോടെ ഇനി ഈ വഴിയെ വരുന്നവർക്ക് ആക്രമണത്തിനിരയായ നടി കാണിച്ച അതേ ധൈര്യം ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകയും കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം, അല്ലേ ടി.ബി. മിനി? ആയിക്കോട്ടെ, സമയം പോയില്ലേ. ഓക്കെ, വളരെ നന്ദി. അഡ്വക്കേറ്റ് ടി.ബി. മിനിയാണ് നമുക്കൊപ്പം.